ഹലോ. അപ്പം നമ്മുടെ പാർട്ട് 1 ആരും കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് പാർട്ട് 2 വിശേഷങ്ങളൊക്കെ കേട്ടാലോ. അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ പേരാണ് ലാച്ചി റൊട്ടി ആൻഡ് സബ്ജി. ഇറ്റ് വാസ് സോ സ്പൈസി ആൻഡ് യമ്മി ഓൾസോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ. നല്ല ടേസ്റ്റ് ആയിരുന്നു അത് കഴിക്കാനായിട്ട്. അതിനുശേഷം വയറൊക്കെ ഫുള്ളായതിനു ശേഷം ഞങ്ങൾ ഓട്ടോ ഒക്കെ ബുക്ക് ചെയ്ത് നേരെ ഇന്ത്യ ഗേറ്റിലോട്ട് വിട്ടു. അപ്പോൾ നമ്മുടെ ബസ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിൻ്റ് എന്ന് പറയുന്ന ഇന്ത്യ ഗേറ്റാണ്. അപ്പോൾ ഞങ്ങളോട് ആദ്യം തന്നെ അവർ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യ ഗേറ്റ് പോയി കണ്ടതിന് ശേഷം പിന്നെ അപ്പോഴേക്കും അവർ എത്തും എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു വെച്ചാൽ ഞങ്ങൾ ആദ്യം തന്നെ ഇന്ത്യ ഗേറ്റിലോട്ട് വിട്ടു. അപ്പോൾ ഒരു 9 o'clock സംതിങ് ആയപ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം ഒരു 10 മണി ഒക്കെ ആയപ്പോൾ അവർ വരും എന്നാണ് പറഞ്ഞത്. പക്ഷേ ഒരു 3/4 മിനിറ്റെങ്കിലും ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടാവും ഇന്ത്യ ഗേറ്റൊക്കെ കണ്ടിട്ട്. അപ്പോൾ നിങ്ങൾ നേരെ എൻട്രി ചെയ്യണ സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞങ്ങൾ പോകുന്ന സമയത്ത് ചെക്കിങ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ആരോ സ്പെഷ്യൽ ഗസ്റ്റ് സംതിങ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ നേരെ എൻ്റർ ചെയ്യണ സമയത്ത് നിങ്ങൾക്ക് അവിടെ ഒരു സ്റ്റാച്ചു കാണും. ആ സ്റ്റാച്ചുവിൻ്റെ പേരാണ് അമർ ജവാൻ ജ്യോതി എന്ന് പറയും. ഇത് നേരെ നമ്മുടെ ഇന്ത്യ ഗേറ്റിൻ്റെ മുന്നിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ ഗേറ്റിന് ഓൾറെഡി നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്നാണ്. അവിടെ 13,000 പട്ടാളക്കാരുടെ പേര് എൻഗ്രേവ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്ര അറിവാണ് എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതിനുശേഷം പിന്നെ ഞങ്ങൾ പോയതെന്ന് വെച്ചാൽ അവിടുത്തെ ഫൗണ്ടെയിൻ ഏരിയയിലാണ് ഞങ്ങൾ പോയിട്ടുള്ളത്. കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ പിന്നെ അതിൻ്റെ ബേസ്മെൻറ്റ് ഏരിയയിൽ പോയി. അവിടെ കുറച്ച് സ്റ്റോറീസ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഇന്ത്യ ഗേറ്റിനെ കുറിച്ച് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ ബുക്ക് ചെയ്ത ബസ് എത്തി. ഈ ബസ് ഞാൻ ബുക്ക് ചെയ്തത് ഒരു വെബ്സൈറ്റിൽ നിന്നാണ്. JKM ട്രാവൽസ് എന്ന് പറയും. ആദ്യം ജെന്യൂൻ ആയിരിക്കുമോ എന്നുള്ളൊരു ഡൗട്ട് എല്ലാവരെയും പോലെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം ഓൾറെഡി ഡൽഹിയിൽ എത്തിയപ്പോഴേക്കും എനിക്കൊരു 8ൻ്റെ പണിയാണ് കിട്ടിയത്. അപ്പോൾ ഒബ്വിയസ്ലി എൻ്റെ ഒരു മൈൻഡിൽ അത് ജെന്യൂൻ ആയിരിക്കില്ല എന്നായിരുന്നു. ബട്ട് ബസ് എത്തിയപ്പോൾ എനിക്ക് ഭയങ്കര സമാധാനമായി. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ എവിടെ പോവുകയാണെങ്കിലും നിങ്ങളൊരു ടൂറിസ്റ്റ് പാക്കേജ് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. കാരണം നമ്മൾ സ്വന്തമായിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പെൻസസ് ഒരുപാട് കൂടും. ഇതാവുമ്പോൾ പെർ പേഴ്സൺ ഞങ്ങൾ പേ ചെയ്തത് 350 റുപ്പീസാണ്. അങ്ങനെ 2 പേർക്കും കൂടെ 700 റുപ്പീസേ ആയിട്ടുള്ളൂ. പിന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു 400-500. അതും അവർ ആവറേജ് ഹോട്ടലിലാണ് കൊണ്ടുപോയിട്ടുള്ളത്, നല്ല പോഷ് ഏരിയയിലൊന്നല്ല. അപ്പോൾ ഒരു മിനിമൽ ചാർജിങ് ആവുന്ന ഒരു ഹോട്ടലിലാണ് ഞങ്ങളെ കൊണ്ടുപോയത്. ഇന്ത്യ ഗേറ്റിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ ലാൽ ബഹാദൂർ ശാസ്ത്രി മെമ്മോറിയലിലേക്ക്. അവിടെ നിങ്ങൾ പോകേണ്ടത് തന്നെയാണ്. കാരണം നിങ്ങൾക്ക് ഒരുപാട് കാഴ്ചകൾ അവിടെ കാണാൻ കഴിയും. അദ്ദേഹം യൂസ് ആക്കിക്കൊണ്ടിരുന്ന ഡ്രസ്സ്, കാറ്, യൂട്ടൻസിൽസ് എല്ലാം നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. അത് അതേപോലെ തന്നെ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ലാൽ ബഹാദൂർ ശാസ്ത്രി ആരായിരുന്നു എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വന്നേക്കാം. അപ്പം നമ്മുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്ററായ ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണത്തിന് ശേഷം സെക്കൻഡ് പ്രൈം മിനിസ്റ്ററായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ ലാൽ ബഹാദൂർ ശാസ്ത്രിയാണ്. അപ്പോൾ അദ്ദേഹം സഞ്ചരിച്ച വാഹനമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ പോയത് ITDCയിലേക്കാണ്. അവിടെ വീഡിയോസ് എടുക്കാൻ അലൗഡ് അല്ല. പക്ഷേ അതൊരു ഫാബ്രിക്കിൻ്റെ ഒരു പ്യുർ OG മെറ്റീരിയൽ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. അവർ നിങ്ങൾക്ക് കൊറിയറും അയക്കും. നിങ്ങളവിടെ നിന്ന് സെലക്ട് ചെയ്യുകയാണെങ്കിൽ, ഒരു ബൾക്കായിട്ടുള്ള ഓർഡർ നിങ്ങൾ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അവരത് കൊറിയറും ചെയ്യുന്നതാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തത് ഒരു ബാംബൂ സാരിയാണ്. അതിന് റീസെൽ വാല്യൂ ഉണ്ട്, കാരണം അത് OG മെറ്റീരിയൽ ആയതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയും പർച്ചേസിങ് ഒക്കെ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് നമ്മുടെ കുത്തുബ് മിനാർ കാണാനായിട്ടാണ്. അപ്പോൾ അവിടെ എൻട്രി ചെയ്യാനായിട്ട് ഞങ്ങൾ ഏജൻറ്റ് ത്രൂ ആയതുകൊണ്ട് ഞങ്ങൾക്കൊരു അറൗണ്ട് 100 റുപ്പീസൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ടോക്കൺ എടുക്കാനാണ് പോകുന്നത് വെച്ചാൽ എനിക്ക് തോന്നുന്നു പെർ പേഴ്സൺ 50ൻ്റെ താഴെയോ അല്ലെങ്കിൽ 2 പേർക്കും 50 ഒതുങ്ങും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം ഡയറക്റ്റ് പോയി എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ നിങ്ങൾ ടൂറിസ്റ്റ് പാക്കേജാണ് നിങ്ങൾ എടുക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു ചാർജ് ആവും. ഇതിപ്പോൾ ഏജൻറ്റ് ത്രൂ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ഇങ്ങനെ എന്താ പറയുക ക്യൂവിൽ നിൽക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. ഒരു 50 റുപ്പീസ് എക്സ്ട്രാ അവരുടെ കമ്മീഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ എടുക്കുന്നതാണ്. ദാറ്റ് ഈസ് ടോട്ടലി ഫൈൻ. കാരണം നമ്മൾ ഒബ്വിയസ്ലി നമുക്ക് ആ റഷിലൊക്കെ പോയി നിന്ന് എടുക്കുമ്പോൾ തന്നെ നമുക്കൊരു പരിവാവും. പിന്നെ നമുക്ക് തരുന്ന ഒരു ടൈം അലോട്ട്മെൻ്റ് എന്ന് പറയുന്നത് ഒരു 1/2 hour അല്ലെങ്കിൽ 3/4 മണിക്കൂറൊക്കെ ആയിരിക്കും നമുക്ക് അവർ തരുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു ടൈമിൽ വേണം നമ്മൾ പോയിട്ട് തിരിച്ച് വരാനായിട്ട്.
കുത്തുബ് മിനാറിൽ മെയിൻലി നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ കാണാനായിട്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നെക്സ്റ്റ് പോയത് നമ്മുടെ ലോട്ടസ് ടെമ്പിളിലോട്ടാണ്. ഇവിടേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് എൻട്രി ആണ്. പക്ഷേ നിങ്ങൾക്ക് പ്രെയർ മെഡിറ്റേഷനൊക്കെ അറ്റൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങളതിന് ടിക്കറ്റ് എടുക്കേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ അതിനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല, കാരണം ഞങ്ങൾക്ക് ഹാഫ് ആൻ അവർ എന്തോ തന്നിട്ടുള്ളൂ ടൈം. അപ്പോൾ ഞങ്ങൾ ഡയറക്റ്റ് മേലെ പോയിട്ട് പിന്നെ ഒന്ന് താഴത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് മറ്റേ പൂൾ ഏരിയ കാണാൻ പറ്റും. ഈ ലോട്ടസ് ടെമ്പിൾ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ അവിടെ പൂൾ ഏരിയാസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് എൻ്റെ അടുത്ത് നിന്ന് മിസ്സായിപ്പോയി. ഇപ്പം ഞാൻ വീഡിയോ ക്ലിപ്പായിട്ട് ഇടാൻ നോക്കുമ്പോൾ പിന്നെ അവിടുത്തെ വാഷ്റൂം ഭയങ്കര ഹൈജീനിക്കാണ്. പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് പോയത് രാജ്ഘാട്ടിലേക്കാണ്. നിങ്ങൾക്ക് ആ ഒരു സ്പോട്ടിനെ വേണമെങ്കിൽ മഹാത്മാഗാന്ധി റോഡ് എന്നും പറയാം. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് എൻട്രി ചെയ്യണ സമയത്ത് നിങ്ങളവിടെ ഷൂസ്, ചപ്പൽ കാര്യങ്ങളൊക്കെ അഴിച്ചു വെച്ചിട്ട് വേണം ഉള്ളിലേക്ക് ചെല്ലാൻ. ഉള്ളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ മഹാത്മാഗാന്ധിനെ അടക്കം ചെയ്ത സ്ഥലമാണ്. ആ ഒരു മെമ്മോറിയൽ ഉണ്ടാക്കിയിരിക്കുന്നത് ബ്ലാക്ക് മാർബിൾ കൊണ്ടാണ്. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് അധികം ടൈമുള്ളതുകൊണ്ട് ഞങ്ങളവിടെ ഗാർഡൻ ഏരിയയിലൊക്കെ സ്പെൻഡ് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് നമ്മൾ പോയത് ജാമാ മസ്ജിദിലോട്ടാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു സിറ്റുവേഷനൊന്നും ആയിരുന്നില്ല, കാരണം അത്രത്തോളം ക്രൗഡായിരുന്നു അവിടെ. അപ്പോൾ വീഡിയോ എടുക്കാനുള്ള ഒരു മൈൻഡ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എങ്ങനെയെങ്കിലും അതൊക്കെ താണ്ടി മേലെ എത്തി ഒന്ന് കണ്ടാൽ മതി എന്നായിരുന്നു ഞങ്ങൾക്ക് 2 പേർക്കും ഉണ്ടായിരുന്നത്. അപ്പോൾ മേലെ ചെന്ന് നമ്മൾ പോർട്രേറ്റ് മോഡിലാണ് വീഡിയോസൊക്കെ എടുത്തത്. അതിപ്പോൾ ക്ലിപ്പ് ഇടാൻ വേണ്ടി നോക്കുമ്പോൾ നമുക്ക് അതൊക്കെ ഡിലീറ്റായി പോയി എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാമായിരുന്നു. ബട്ട് നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തൊട്ടപ്പുറത്താണ്, ജസ്റ്റ് ഓപ്പോസിറ്റാണ് റെഡ് ഫോർട്ട് ഉള്ളത്. അപ്പോൾ റെഡ് ഫോർട്ട് അല്ലെങ്കിൽ ലാൽ കില എന്ന് പറയുന്ന പേര് വന്നത് പോലും റെഡ് കളർ സ്റ്റോൺസ് യൂസ് ചെയ്ത് ബിൽഡ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോകുന്ന സമയത്ത് ഓൾമോസ്റ്റ് ലേറ്റായി. അപ്പോൾ ആ സമയത്ത് 7:30 ഒരു ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം 2 ടിക്കറ്റിനായിട്ട് നമുക്ക് 1000 റുപ്പീസാണ് വന്നിട്ടുള്ളൂ. അതായത് പെർ പേഴ്സൺ 500 റുപ്പീസാണ് ടിക്കറ്റ് വരുന്നത്. ഇനി നിങ്ങൾ റെഡ് ഫോർട്ടിൽ പോവുകയാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ആ ഒരു ഷോ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഫീല് വേറെ തന്നെയാണ്. കാരണം നമ്മൾ ആ ഒരു റെഡ് ഫോർട്ടിലേക്ക് വെറുതെ പോയി കാണുന്ന ഒരു ഫീല് മാത്രമല്ല, ആക്ച്വലി അവിടെ എന്താണ് നടന്നത് ആ സ്റ്റോറി ഫുൾ അവിടെ ഇരുന്ന ഒരു ഷോ പോലെ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. ആൻഡ് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ചാന്ദിനി ചോക്ക് മാർക്കറ്റിലേക്ക് പോകാമെന്ന്. പക്ഷേ ആ ഒരു ടൈം ഓൾമോസ്റ്റ് കടന്നു കഴിഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 8:30-9 മണിയൊക്കെ ആയി. പിന്നെ ഞങ്ങൾ ഡയറക്റ്റ് റൂമിലേക്കാണ് പോയത്. ഞങ്ങൾക്ക് ആ ഒരു മാർക്കറ്റ് ഏരിയയിലേക്ക് പോകാനുള്ള സമയമൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ ഓൾമോസ്റ്റ് ടയേർഡായി, കാരണം രാവിലെ നേരത്തെ ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ രാത്രി ഈ ഒരു ടൈമിലാണ് ഞങ്ങൾ തിരിച്ചു കയറുന്നത്. ആൻഡ് ദെൻ നെക്സ്റ്റ് മോർണിംഗ് ഞങ്ങൾ റെഡി ആയിട്ട് ഞങ്ങൾക്ക് ഫ്ലൈറ്റ് വരുന്നത് 3:30-ക്കാണ്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 11 സംതിങ് നമ്മൾ അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചെക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ബോർഡിംഗ് പാസ്സൊക്കെ എടുത്ത് ബാഗൊക്കെ ലഗേജ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്കിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം സ്നാക്സൊക്കെ കഴിച്ച് ടൈം സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഞാൻ എൻ്റെ കഴിഞ്ഞ പാർട്ട് 1 വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ലെങ്തി ആവുന്നതുകൊണ്ട് ഞാൻ പാർട്ട് 2-ൽ ഇതിൻ്റെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഇടാമെന്നുള്ളത്. അപ്പോൾ ഞങ്ങളുടെ ഒരു ടോട്ടൽ ട്രാവലിംഗ് എക്സ്പെൻസ്, അതായത് പോകുന്നതും വരുന്നതുമായിട്ട് ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 27K ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ബസ്, ടോക്കൺ, ഫുഡ് പർച്ചേസിങ്, പിന്നെ ഹോട്ടൽ, അങ്ങനെയുള്ള അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ചേർത്ത് ഞങ്ങൾക്ക് ഒരു 16K ഓളം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഒരു 44K ആയിട്ടുണ്ട്. ഒരു ട്രിപ്പ് പോകുന്നത് ഒരു ചില്ലറ കാര്യമല്ല എന്നുള്ളത് ഞാൻ ട്രിപ്പ് പോയപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലായത് ഗൈസ്. പിന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ സരോജിനി മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്ത കുർത്ത സെറ്റും ഇയറിങ്സും ആണ് കേട്ടോ ഞാൻ പെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു വെച്ചാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.